ഹലോ, എല്ലാവർക്കും ദ പി എസ് സി ആസ്പിരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2021 ഒക്ടോബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസത്തത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. വളരെ നല്ല പ്രതികരണമാണ് നിങ്ങൾ നമുക്ക് തന്നത്. ഒത്തിരി നന്ദി. സോ 2021 ഒക്ടോബർ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിനും 2021 ഒക്ടോബർ 15-ാം തീയതി പ്രസിദ്ധീകരിച്ച പി എസ് സി ബുള്ളറ്റിനും അല്ലേ, രണ്ട് പി എസ് സി ബുള്ളറ്റിനല്ലേ ഒരു മാസം ഉണ്ടാവുക. ഈ രണ്ടും കൂടി ചേർത്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് പുതുതായി കണ്ടെത്തിയ ദ്വീപിന് കെക്കർടാക് അവർനാലെ എന്ന് പേരിട്ടു. കെക്കർടാക് അവർനാലെ എന്ന് പേരിട്ടു. ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് എന്നാണ് ഗ്രീൻലാൻഡ് ഭാഷയിൽ ഇതിനർത്ഥം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നുമില്ല, ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുതുതായി കണ്ടെത്തിയ ദ്വീപിൻ്റെ ആ പേരാണ് ഇവിടെ പറയുന്നത്. ഇത് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് കേട്ടോ. കെക്കർടാക് അവർനാലെ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള ദ്വീപ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഗ്രീൻലാൻഡ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും വടക്കേ അറ്റത്തുള്ള ദ്വീപ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ശാസ്ത്രമേഖലയിലെ പ്രശസ്തമായ ബ്രേക്ക് ത്രൂ പ്രൈസിന് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ശങ്കർ ബാലസുബ്രഹ്മണ്യൻ അർഹനായി. അല്ലേ, ബ്രേക്ക് ത്രൂ പ്രൈസ് ഏതിനാണ് നൽകുന്നത്? ശാസ്ത്രമേഖലയിലാണ് അല്ലേ, ശാസ്ത്രമേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആർക്കാണ് കിട്ടിയത്? ശങ്കർ ബാലസുബ്രഹ്മണ്യത്തിനാണ് കിട്ടിയത്. എന്തിനാണെന്ന് നോക്കാം. DNA വിശകലനത്തിന് കേട്ടോ. DNA വിശകലനത്തിന് നൽകിയ സംഭാവനകൾക്ക് ജീവശാസ്ത്ര മേഖലയിലാണ് അദ്ദേഹത്തിന് അവാർഡിന് അർഹനായത്. ഓക്കെ, അപ്പം DNA വിശകലനത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പേര് ശങ്കർ ബാലസുബ്രഹ്മണ്യൻ കേട്ടോ. ശങ്കർ ബാലസുബ്രഹ്മണ്യൻ. ഓക്കെ, ബ്രേക്ക് ത്രൂ പ്രൈസ് ഓർത്ത് വെച്ചേക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയ പ്രഥമ അക്കിത്തം പുരസ്കാരം കേട്ടോ. ആ വാക്കുണ്ട് പ്രഥമ അല്ലേ, പ്രഥമ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ പ്രഥമ അക്കിത്തം പുരസ്കാരം ആയതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. തപസ്യ കലാസാഹിത്യ വേദിയാണ് ഇത് ഏർപ്പെടുത്തുന്നത്. അത് ആർക്കാണ് കിട്ടിയത്? MTക്കാണ് കിട്ടിയത് അല്ലേ. MT വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. അന്നപ്പം ഈ അവാർഡിനുള്ള മഹത്വം കുറച്ചും കൂടി കൂടുക അല്ലേ. അപ്പം ഓർത്ത് വെച്ചേക്കണം, പ്രഥമ അക്കിത്തം പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? MT വാസുദേവൻ നായർക്കാണ് കിട്ടിയത്. തപസ്യ കലാവേദിയാണ് ഏർപ്പെടുത്തിയത്. നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് MTക്ക് ഈ അവാർഡ് നൽകിയത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, അക്കിത്തം പുരസ്കാരം MT തപസ്യ കലാസാഹിത്യ വേദി കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. യൂറോപ്പിലെ ആദ്യ വനിതാ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ഐസ്ലാൻഡിൽ. യൂറോപ്പിലെ ആദ്യ വനിതാ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് എവിടെയാണ്? ഐസ്ലാൻഡിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐസ്ലാൻഡിന്റെ പാർലമെന്റ് അല്ലേ. ഐസ്ലാൻഡിലെ പാർലമെന്റ് ഏതാണ്? റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് അൾത്തിങ് അല്ലേ. അൾത്തിങ് ആണ് ഐസ്ലാൻഡിലെ പാർലമെന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഇതിനു മുമ്പ് ചോദിച്ചതുമാണ് കേട്ടോ. അൾത്തിങ് ആണ് ഐസ്ലാൻഡിന്റെ പാർലമെന്റ്. ഇനി എന്താ പറഞ്ഞത്? യൂറോപ്പിലെ ആദ്യ വനിതാ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ആണ് ഈ അൾത്തിങ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ആദ്യം ജസ്റ്റ് ഒരു റീകൗണ്ടിന്റെ ഒരു കാര്യം കൂടിയും ഇവിടെ പറയാനുണ്ട്. ജസ്റ്റ് അധികം ഒന്നും ഓർക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ആദ്യം വോട്ടെണ്ണിയപ്പോൾ ഈ 63-ൽ 33 സീറ്റായിരുന്നു കിട്ടിയത് കേട്ടോ. 63-ൽ 33 സീറ്റായിരുന്നു ഉള്ളത്. പിന്നെ ഒരു റീകൗണ്ട് നടന്നപ്പോൾ അത് 30 സീറ്റായി. 30 സീറ്റാണ് നമ്മുടെ വുമൺ റെപ്രസെൻറ്റേഷൻ വന്നത്. എന്നിരുന്നാലും ഏകദേശം 48% ആണ് അവിടുത്തെ പാർലമെൻറ്റിലെ വുമൺ റെപ്രസെൻറ്റേഷൻ. 48% കേട്ടോ. 48% വുമൺ റെപ്രസെൻറ്റേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂറോപ്പിലെ ആദ്യ വനിതാ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ആയിട്ട് നമ്മൾ അൾത്തിങ്ങിനെ തിരഞ്ഞെടുത്തത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുക, സ്വീഡന്, ഫിൻലാൻഡ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ പുറകിലേ വരും. നമ്മുടെ സ്വീഡൻ തൊട്ട് അടുത്തുള്ള സ്വീഡനാണ്. സ്വീഡൻ 47% ആണ് വുമൺ റെപ്രസെൻറ്റേഷൻ. നമ്മുടെ ഫിൻലാൻഡ് 46% ആണ് അല്ലേ. സ്വീഡനും ഫിൻലാൻഡും ഒക്കെയാണ് എല്ലാ വിഭാഗത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലേ. അവരടക്കം ഇതിൻ്റെ പുറകിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ കണക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് യൂറോപ്പിലെ പാർലമെന്റ് ഐസ്ലാൻഡിന്റെ പാർലമെന്റ് ഏതാണ്? അൾത്തിങ് ആണ് ഐസ്ലാൻഡിലെ പാർലമെന്റ്. യൂറോപ്പിലെ ആദ്യ വനിതാ ഭൂരിപക്ഷമുള്ള പാർലമെന്റ് ആണ് ഐസ്ലാൻഡിലെ പാർലമെന്റ് എന്ന് ഓർക്കണം കേട്ടോ. ഈ കണക്കുകളൊന്നും ഓർക്കണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് രാജ്യങ്ങളുടെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട്. റുവാണ്ട 61.3%, ക്യൂബ
നിക്കരാഗ്വ, മെക്സിക്കോ, USA 50% കേട്ടോ എന്നിവയാണ് ഐസ്ലാൻഡിന് പുറമെ ശ്രദ്ധേയമായ രീതിയിൽ പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള രാജ്യങ്ങൾ കേട്ടോ. USA 50% കേട്ടോ, ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ അല്ലേ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ നമ്മളെന്താ ABC എന്ന് പറയുന്നത് അല്ലേ, ABC ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി ദേബബ്രത മുഖർജിയെ അല്ലേ, ദേബബ്രത മുഖർജിയെ തിരഞ്ഞെടുത്തു കേട്ടോ. ദേവേന്ദ്ര അങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ദേവേന്ദ്ര മുഖർജിയെ തിരഞ്ഞെടുത്തു എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ. ABC എന്ന് പറയുന്നത് നമുക്കറിയില്ലേ, ABC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പബ്ലിക്കേഷനും അതായത് ന്യൂസ് പേപ്പറും മാഗസിൻ്റെയും അതിൻ്റെയൊക്കെ സർക്കുലേഷൻ ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ ABC അല്ലേ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ. ഓക്കെ, സർക്കുലേഷനൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലേ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ. ഓക്കെ, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് ദേബബ്രത മുഖർജിയെ തിരഞ്ഞെടുത്തു കേട്ടോ. ദേബബ്രത മുഖർജിയെ തിരഞ്ഞെടുത്തു. ഓക്കെ, ആ പേര് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്, ദേവേന്ദ്ര അങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ, അവിടെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ, മലയാളിയുമായ പ്രൊഫസർ താണു പത്മനാഭൻ, നമുക്ക് ഏവർക്കും അറിയുന്നതാണ് അല്ലേ, താണു പത്മനാഭൻ അന്തരിച്ചു. രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ 2021 ശാസ്ത്ര പുരസ്കാരവും ജേതാവാണ് കേട്ടോ. അപ്പോൾ കേരള സർക്കാരിൻ്റെ 2021 ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ്, താണു പത്മനാഭനാണ് കിട്ടിയത് അല്ലേ, താണു പത്മനാഭനാണ് കിട്ടിയത് ഇല്ല. അപ്പം ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനാണ് അല്ലേ, ഭൗതിക ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ, അടുത്തിടെ അന്തരിച്ചു. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെക്കാനുണ്ട്. നമ്മുടെ താണു പത്മനാഭനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വാസന്തി പത്മനാഭനും കൂടി എഴുതിയ ഒരു കൃതിയാണ് ദ ഡോൺ ഓഫ് സയൻസ്, ദ ഡോൺ ഓഫ് സയൻസ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ദ ഡോൺ ഓഫ് സയൻസ് 2019 പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാട്ടോ, ദ ഡോൺ ഓഫ് സയൻസ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ദ ഡോൺ ഓഫ് സയൻസ്, ചിലപ്പം ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിലേക്കുള്ള ഇന്ത്യയുടെ ഷെർപ്പയായി കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ നിയമിച്ചു. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ആദ്യം G20 രാജ്യങ്ങളുടെ സമ്മേളനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമ്മേളനം അടുത്ത് എവിടെയൊക്കെയാണ് നടന്നതെന്ന് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ G20 ഒന്ന് പെട്ടെന്ന് പോയി വരാം. G20 മീറ്റിംഗ് ഉച്ചകോടി 2021 നടന്ന എവിടെയാണ്, നമ്മുടെ ഇറ്റലിയിലെ റോമിലാണ് നടന്നത് കേട്ടോ. ഇറ്റലിയിലെ റോമിലാണ് നടന്നത് 2021 കേട്ടോ, 2021 ഈ വർഷം. ഇനി അടുത്ത വർഷം എവിടെയാണ് നടക്കാൻ പോകുന്നത്, നമ്മൾ ബാലിയിലാണ്. ബാലി അല്ലേ, നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സ്ഥലമല്ലേ ബാലി, ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് കേട്ടോ. വളരെ മനോഹരമായൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് 2022 നടക്കാൻ പോകുന്നത്. ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. 2021 നടന്നത് എവിടെയാണ്, റോമിലാണ് കേട്ടോ. റോമും ബാലിയും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഇതിലേക്ക് വരാം. സോ ഇനി നമുക്ക് നോക്കാം. G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിലേക്കുള്ള ഇന്ത്യയുടെ ഷെർപ്പയായി കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കേട്ടോ. പീയൂഷ് ഗോയലാണ്, വ്യവസായ മന്ത്രിയാണ്, കേന്ദ്ര വ്യവസായ മന്ത്രിയാണെന്ന് ഓർക്കണം, പീയൂഷ് ഗോയൽ. ഇനി ഷെർപ്പ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇന്ത്യയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പേഴ്സണൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ്, അത്രമാത്രമേ ഉള്ളൂ ആ ഷെർപ്പ. ആ ഷെർപ്പ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നേപ്പാൾ എത്നിക് ഗ്രൂപ്പിൻ്റെ ഒരു പേരാണ് കേട്ടോ. അതിനധികം ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ഷെർപ്പയായിട്ട് ആരാണ് വരുന്നത്, പീയൂഷ് ഗോയലാണ്, വ്യവസായ മന്ത്രിയാണ്, കേന്ദ്ര വ്യവസായ മന്ത്രിയാന്ന് ഓർക്കണം, കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കേട്ടോ. ഇനി G20 2021 നടന്നത് നമ്മുടെ റോമിലാണ്. ഇനി നടക്കാൻ പോകുന്നത് എവിടെയാണ്, ബാലിയിലാണ് എന്നതും ഓർത്ത് വെച്ചേക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആർക്കാണ് കിട്ടിയത് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. 2021 കാര്യം കേട്ടോ പറയുന്നത്. ആർക്കാണ്, ഡോക്ടർ എം ലീലാവതിക്കാണ് കേട്ടോ. ഡോക്ടർ എം ലീലാവതിക്കാണ് കിട്ടിയത്. പിന്നെന്താണ്, സുധാകരൻ രാമന്തളിക്ക് പരിഭാഷയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ആ എഴുത്തുകാരി ഡോക്ടർ ലീലാവതിക്ക് ലഭിച്ചു. ഇനി എന്താണ്, പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്, സുധാകരൻ രാമന്തളിക്കാണ് ലഭിച്ചത്. ഏതാണ്, സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര അക്കാദമി ഫെലോഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ആ പരിഭാഷയ്ക്കുള്ള അവാർഡ് ഏത് ബുക്കിനാണ്,
അത് ഏത് ബുക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ശിഖര സൂര്യൻ കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ശിഖര സൂര്യൻ എന്നൊരു ബുക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ് കിട്ടിയത്. ഒരു കന്നഡ നോവലാട്ടോ, ഒരു കന്നഡ നോവലാണ്. ഇത് എഴുതിയത് നമ്മൾ ചന്ദ്രശേഖര കമ്പാർ എന്ന് പറഞ്ഞ ഒരു ആളാണ് കേട്ടോ, ചന്ദ്രശേഖര കമ്പാർ. അപ്പോൾ ശിഖര സൂര്യൻ എന്ന് പറഞ്ഞ നോവൽ, കന്നഡ നോവൽ പരിഭാഷപ്പെടുത്തിയതാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് കേട്ടോ. ശിഖര സൂര്യൻ ഒരു കന്നഡ നോവലാണ് കേട്ടോ, കന്നഡ നോവലാണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ശിഖര സൂര്യൻ. ഓക്കെ, സുധാകരൻ രാമന്തള്ളി കേട്ടോ, രാമന്തള്ളി. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KM റോയ് അന്തരിച്ചു. KM റോയ് ഒരു മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. കേരള പത്രപ്രവർത്തക യൂണിയന്റെ പ്രസിഡന്റും ഇന്ത്യൻ പത്രപ്രവർത്തക ഫെഡറേഷൻ സെക്രട്ടറി ജനറലുമായിരുന്നു. ഓർത്ത് വെച്ചേക്കുക, KM റോയ് ആരാണ്? മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം, ആരാണ്, ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടാണെന്ന് വേണേൽ ചോദിക്കാം. KM റോയ് അടുത്തിടെ അന്തരിച്ചു, മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്തേക്ക് പോകാം. സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകൾക്കായി കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മദർ തെരേസ പുരസ്കാരം. നമ്മൾ അവിടെ പ്രഥമ അക്കിത്തം പുരസ്കാരം കേട്ടില്ലേ, അപ്പം അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെന്താണ്? പ്രഥമ മദർ തെരേസ പുരസ്കാരമാണ്. ആർക്കാണ് കിട്ടിയത്? നമ്മുടെ സീമ ജി നായർക്കാണ് കിട്ടിയത്. സീമ ജി നായർ ഇവർക്കും അറിയാം അല്ലേ, സീരിയൽ ആർട്ടിസ്റ്റൊക്കെയാണ് അല്ലേ. സീമ ജി നായർക്കാണ് സമ്മാനിച്ചത് കേട്ടോ. അപ്പോൾ ഇതാരാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്? കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് കേട്ടോ. പ്രഥമ മദർ തെരേസ പുരസ്കാരം കിട്ടിയതാർക്കാണ്? സീമ ജി നായർ കേട്ടോ, സീമ ജി നായർക്ക്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്തത് ടൈം മാഗസിൻ 2021 ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇടം പിടിച്ചു കേട്ടോ. ഇടം പിടിച്ചു നരേന്ദ്രമോദിയും മമതാ ബാനർജിയും കേട്ടോ. സിമ്പിൾ അല്ലേ? ഇനി ഇവരുടെ കൂടെ ഇടം പിടിച്ച ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO. നമുക്കറിയാം അല്ലേ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കോവിഡ് വാക്സിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമല്ലേ, അവിടെ നിന്നല്ലേ കോവിഡ് വാക്സിനൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO അല്ലേ ആരാണ്? ആദർ പൂനാവാല. അദ്ദേഹം കൂടിയും അല്ലേ ഈ ഒരു 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ CEO ആദർ പൂനാവാല കേട്ടോ, ആദർ പൂനാവാല. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലിന്റെ പുതിയ പകർപ്പ് അല്ലേ, അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്താണ്? ആകാശ് പതിപ്പിന്റെ പുതിയൊരു പകർപ്പ് ആകാശ് പ്രൈം അല്ലേ, ആകാശ് പ്രൈം ഒഡീഷയിൽ ചന്ദിപ്പൂരിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. ആകാശ് പ്രൈം. ഇനി ഈ ആകാശ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മിസൈലാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പലർക്കും അറിയായിരിക്കും. സർഫേസ് ടു എയർ അല്ലേ, സർഫേസിന് എയറിലേക്ക് തൊടുത്ത് വിടാവുന്ന ഒരു മിസൈലാണ് അല്ലേ. സർഫേസ് ടു എയർ മിസൈലാണ് ആകാശ്. എവിടെ എഴുതിയിട്ടുണ്ട്? റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. സർഫേസ് ടു എയർ മിസൈലാണ് ആകാശ്. സർഫേസ് ടു എയർ മിസൈലാണ് ആകാശ്. അതിൻ്റെ പുതിയ പകർപ്പ് ഏതാണ്? അതിൻ്റെ പേരെന്താണ്? ആകാശ് പ്രൈം അല്ലേ. ആകാശ് പ്രൈം ആണ് അതിൻ്റെ പുതിയ പകർപ്പ്. ഓക്കെ, അടുത്തത് ചരൺജിത്ത് സിംഗ് ചന്നി പഞ്ചാബിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അല്ലേ. അപ്പോൾ പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ എന്താണ്? ചരൺജിത്ത് സിംഗ് ചന്നി അല്ലേ. അപ്പം ഇതിന് വേറൊരു ഇമ്പോർട്ടൻസും കൂടിയുണ്ട് കേട്ടോ. എന്താണ്? പഞ്ചാബിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, പഞ്ചാബിന്റെ ആദ്യത്തെ ദളിത് CM ആണ്. പഞ്ചാബിന്റെ ആദ്യത്തെ ദളിത് CM ആണെന്ന്. CM ആണ് ആര്? ചരൺജിത്ത് സിംഗ് ചന്നി കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അപ്പം എന്താണ്? ചരൺജിത്ത് സിംഗ് ചന്നി പഞ്ചാബ് CM അല്ലേ, പഞ്ചാബിൻ്റെ ആദ്യത്തെ ദളിത് CM ആണ് കേട്ടോ. ഓക്കെ, അടുത്തിലേക്ക് പോകാം. വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി അവിക് സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുത്തു അല്ലേ. 2 വർഷമാണ് കാലാവധി കേട്ടോ. അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അവിക് സർക്കാർ കേട്ടോ, അവിക് സർക്കാർ PTI അല്ലേ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേട്ടോ, ചെയർമാനാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ, അവിക് സർക്കാർ കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഗുജറാത്ത് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായി നിമ ബെൻ ആചാര്യ അധികാരമേറ്റു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ. ഗുജറാത്ത് നിയമസഭ കേട്ടോ, നിയമസഭ. ആ യാ മാറ്റിയാൽ എന്താണ്? നിമാനാവൂലേ. അപ്പോൾ നിമ ബെൻ ആചാര്യ. ഗുജറാത്ത് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായിട്ട് ആര് വന്നു?
ആ നിയമസഭയിലെ യാ മാറ്റിയാൽ മതി. നിമാബെൻ ആചാര്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഗുജറാത്ത് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ നിമാബെൻ ആചാര്യ അധികാരമേറ്റു. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലേക്ക് പോവാം. ഹൈദരാബാദ് സ്വദേശിയായ 17-കാരൻ RK ഋത്തിക് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 70ാമത് ഇന്ത്യക്കാരനായി. എത്രാമത് ഇന്ത്യക്കാരൻ? 70ാമത് ഇന്ത്യക്കാരനായി. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 72ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നത് മിത്രാബെൻ ഗുഹ. താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മിത്രാബെൻ ഗുഹ. ഓക്കെ, അപ്പോൾ PSC ബുള്ളറ്റിനിൽ തന്നതിനെ കൊണ്ട് ചിലപ്പോൾ ഇതിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം യൂഷ്വലി ഇത് ചോദിക്കുന്നത് 70ാമത് എത്രാമത് ഇന്ത്യക്കാരെന്നൊന്നും അല്ല, അതിൻ്റെ സ്ഥലമാണ് യൂഷ്വലി ചോദിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം RK ഋതിക് ഏത് സ്വദേശിയാണ് അല്ലേ ചോദിച്ചാൽ ഹൈദരാബാദ് സ്വദേശിയാണ് കേട്ടോ. RK ഋതിക് ഹൈദരാബാദ് സ്വദേശിയാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഹൈദരാബാദ് സ്വദേശി, ഇന്ത്യയുടെ 70ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കേട്ടോ, പദവിയിലെത്തുന്ന 70ാമത് ഇന്ത്യക്കാരനായിട്ട് മാറി. ഓക്കെ, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ്. കാകതീയ രാജവംശത്തിൻ്റെ ഭരണകാലമായ AD 1213 നിർമ്മിച്ച തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം എവിടെയാണ്? തെലങ്കാനയിലാണ്. രാമപ്പ ക്ഷേത്രം എവിടെയാണ്? അത് തെലങ്കാനയിലാണ് കേട്ടോ. ഇപ്പോൾ രാമപ്പ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ് കേട്ടോ. അപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാമപ്പ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയിലാണ് കേട്ടോ. തെലങ്കാനയിലുള്ള ഒരു ക്ഷേത്രം അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി. അതേതാണെന്ന് ചോദിച്ചാൽ രാമപ്പ ക്ഷേത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ അടുത്തിലേക്ക് പോവാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2021 ഇന്ത്യയിൽ നിന്ന് ഒരു സൈറ്റും കൂടിയും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അത് ധോളവീരയാണ് കേട്ടോ. ധോളവീര എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നതാണ്. എന്താണ്? ഒരു ഹാരപ്പൻ സിറ്റിയാണ് അല്ലേ, ഗുജറാത്തിലുള്ള ഹാരപ്പൻ സിറ്റിയാണ് ധോളവീര. അപ്പോൾ ധോളവീരയുടെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ രാമപ്പ ക്ഷേത്രം എവിടെയാണ്? തെലങ്കാനയിലാണ്. ധോളവീര എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ. ഹാരപ്പൻ സിറ്റിയായ ധോളവീര ഗുജറാത്തിലാണ് എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യുനെസ്കോ ഒക്കെ വളരെ PSCക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 73ാമത് എമ്മി അവാർഡ്സ് പ്രഖ്യാപിച്ചു. എമ്മി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, അമേരിക്കൻ ടെലിവിഷൻ അവാർഡാണ് അല്ലേ. അമേരിക്കൻ ടെലിവിഷൻ അവാർഡാണ്, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. കോമഡി സീരീസ് വിഭാഗത്തിൽ ജേസൺ സുഡോക്കിന് മികച്ച നടനും ജീൻ സ്മാർട്ട് മികച്ച നടിയുമായി. ഡ്രാമ സീരീസ് വിഭാഗത്തിൽ ജോഷ് ഓ'കോണർ മികച്ച നടനും ഒലീവിയ കോൾമാൻ നടിയുമായി. ലിമിറ്റഡ് ഡ്രാമ വിഭാഗത്തിൽ ഇവാൻ മാഗ്രിഗോർ മികച്ച നടനും കേറ്റ് വിൻലൈറ്റ് മികച്ച നടിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പോൾ എമ്മി അവാർഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. അമേരിക്കൻ ടെലിവിഷൻ അവാർഡാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ് കേട്ടോ. 2021 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അല്ലേ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 46ാം സ്ഥാനമാണ് കേട്ടോ. ഇന്ത്യക്ക് 46ാം സ്ഥാനമാണ് കേട്ടോ. 46ാം സ്ഥാനം അല്ലേ, 46ാം സ്ഥാനം. സ്വിറ്റ്സർലാൻഡിലാണ് 1ാം സ്ഥാനം. അപ്പം ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ഈ വർഷം 46ാം സ്ഥാനമാണ്. ഫസ്റ്റ് സ്ഥാനം ആര് കിട്ടി? സ്വിറ്റ്സർലാൻഡിലാണ് കിട്ടിയത്. ഓർത്ത് വെച്ചേക്കുക, 46 കേട്ടോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയത്, അതിനൊന്നും കുറവ് 46, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇന്നോവേഷൻ ഇൻഡെക്സിലാണുള്ള കാര്യം മറക്കണ്ട. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ. ഇലക്ട്രിക് വെഹിക്കിളിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടല്ലേ, അപ്പം അതുകൊണ്ട് ഈ ന്യൂസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ കാസയിലാണ്. ഓർത്ത് വെച്ചേക്കുക, ഈ കാസ എവിടെയാണെന്ന് വേണേൽ ചോദിക്കാം. ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ കാസയിൽ ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ കാസയിൽ ഉദ്ഘാടനം ചെയ്ത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. കാസ ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് വേണം അല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്തത് ക്രിക്കറ്റിൽ നല്ല ഒരു ന്യൂസാണ്, ഒരു പ്രത്യേക ഒരു വെറൈറ്റി ന്യൂസാണ്. ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നയാൾ ഇനി മുതൽ ബാറ്റർ എന്നറിയപ്പെടും. നമ്മൾ യൂഷ്വലി ബാറ്റ്സ്മാൻ എന്നൊക്കെയല്ലേ കേട്ടത്, ഇനി ബാറ്റർ എന്നറിയപ്പെടും. അതെന്താണ്? കാരണം ഈ ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയുന്നത് അതിനൊരു ജെൻഡർ ഉണ്ട് അല്ലേ. ഈ ബാറ്റർ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ ടേമാണ് അല്ലേ. പ്രത്യേക ഒരു ജെൻഡറിനെ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, ഒരു ജെൻഡർ ന്യൂട്രൽ ടേമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുക്കാൻ അവർ വിചാരിച്ചത് കേട്ടോ.
ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നയാൾ ഇനി മുതൽ ബാറ്റർ കേട്ടോ, ബാറ്റർ, BATTR, ബാറ്റർ എന്നറിയപ്പെടും കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ബാറ്റർ. ഇനി അടുത്തത്, കേരള വനിതാ കമ്മീഷൻ പുതിയ അധ്യക്ഷയായി P. സതീദേവി ചുമതലയേൽക്കും. അല്ലെ, നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് P. സതീദേവി. അല്ലെ, P. സതീദേവി ചുമതലയേൽക്കും. P. സതീദേവി. ഇനി ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ വനിതാ കമ്മീഷൻ എന്നാണ് ഫോം ചെയ്തത്? 1996 അല്ലേ, 1996 മാർച്ച് 14 കേട്ടോ. ഓർത്ത് വെക്കണം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എത്ര പഴകിയാലും ഈ ചോദ്യത്തിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. 1996 മാർച്ച് 14 ഫോം ചെയ്തത് കേട്ടോ നമ്മുടെ വനിതാ കമ്മീഷൻ. 1996 ഈ വർഷം ഏതാ? 2021 കേട്ടോ. അന്നിപ്പം ഈ വർഷമാണ് രജത ജൂബിലി ആഘോഷിച്ചത്, 25ാം വാർഷികം കേട്ടോ. 1996 തൊട്ടിട്ട് 2021, 25 വർഷമല്ലേ, അപ്പം 25 വർഷം കേട്ടോ. ഈ വർഷമാണ് രജത ജൂബിലി ആഘോഷിച്ചത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അവരുടെ സൈറ്റിലൊക്കെ കയറി നിങ്ങൾക്ക് കാണാം കേട്ടോ. ആ തമ്മിൽ ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം രജത ജൂബിലി ആഘോഷിച്ചതിൻ്റെ ഫോട്ടോസൊക്കെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1996 മാർച്ച് 14 നമ്മുടെ കേരള വനിതാ കമ്മീഷൻ ഫോം ചെയ്യുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് ഒക്ടോബർ PSC ബുള്ളറ്റിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കാം. അതായത് ഒക്ടോബർ 15 പബ്ലിഷ് ചെയ്ത PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഒക്ടോബർ 1 പബ്ലിഷ് ചെയ്ത PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ്. സോ ആദ്യം തന്നെ നമ്മുടെ ഒരു ദുഃഖവാർത്തയാണ്. നെടുപിടി വേണു ഇനി ഓർമ്മയുടെ തമ്പിൽ. ഓക്കെ, നായകൻ, വില്ലൻ, സ്വഭാവ നടൻ എന്നിങ്ങനെ അനായാസ വേഷപ്പകർച്ചകളിലൂടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച അഭിനയ പ്രതിഭകളിൽ ഒരാളായി മാറിയ നെടുമുടി വേണു അന്തരിച്ചു. അല്ലേ, ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. കാരണം നെടുമുടി വേണുവിൻ്റെ യഥാർത്ഥ പേര് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. കേശവൻ വേണുഗോപാൽ എന്നാണ്. അല്ലേ, സച്ചിൻ്റെ ഒക്കെ യഥാർത്ഥ പേരൊക്കെ കുറച്ചും ഇനീഷ്യലൊക്കെ ചോദിച്ചിരുന്നു PSC അല്ലേ. അപ്പം നല്ലൊരു ചോദ്യമാണ്. കേശവൻ വേണുഗോപാൽ കേട്ടോ, കേശവൻ വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ പേര്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മലയാളത്തിലും തമിഴിലുമായി 500-ലധികം സിനിമകളിൽ വേഷമിട്ടു. 3 ദേശീയ സിനിമാ പുരസ്കാരങ്ങളും 6 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കേശവൻ വേണുഗോപാലാണ് നെടുമുടി വേണുവിൻ്റെ യഥാർത്ഥ പേര് എന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലേ. വളരെ മഹാനായ ഒരു നടനായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. രാജ്യത്തെ ഏറ്റവും മികച്ച കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിനുള്ള അംഗീകാരമായി ഇന്ത്യ ടുഡേയുടെ ഈ വർഷത്തെ ഹെൽത്ത് ഗിരി അവാർഡ് കേരളത്തിന് ലഭിച്ചു. കോവിഡ് വാക്സിനേഷൻ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോലെ കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് അല്ലേ, അതിനുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചു എന്നാണ് പറഞ്ഞത്. 2021 പുരസ്കാരമാണ് കേട്ടോ. അപ്പം അതിനെപ്പറ്റി ഒന്ന് നമുക്ക് പഠിക്കാം. ദ റൈറ്റ് സൈഡിലുണ്ട് ബെസ്റ്റ് വാക്സിനേഷൻ ഡ്രൈവ് ബൈ എ സ്റ്റേറ്റ് അല്ലേ, കേരള അല്ലേ. പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ, ഇന്ത്യ ടുഡേൻ്റെ വെബ്സൈറ്റിലൊക്കെ എടുത്ത് നോക്കുമ്പം ഗുജറാത്തും കൂടി പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളവും ഗുജറാത്തും കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. കേരളം മാത്രമല്ല, ഗുജറാത്തും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലത് കേട്ടോ. ഓക്കെ, ഇനി ബെസ്റ്റ് സ്റ്റേറ്റ് കോമ്പാക്റ്റിംഗ് COVID-19 എന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ് കേട്ടോ. അതായത് COVID-19 ഏറ്റവും കൂടുതൽ പോരാടിയ അല്ലേ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ് കേട്ടോ. കർണാടക. 2020 അത് കേരളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം കർണാടക ഓർത്ത് വെച്ചാൽ 2020 അത് കേരളമായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് സ്റ്റേറ്റ് കോമ്പാക്റ്റിംഗ് COVID-19 2021 ചോദിച്ചാൽ കർണാടകയാണ് കേട്ടോ. പിന്നെ ബെസ്റ്റ് വാക്സിനേഷൻ ഡ്രൈവ് കേരളവും ഗുജറാത്തും. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഹെൽത്ത് ഗിരി അവാർഡാണ് ഇന്ത്യ ടുഡേ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത്, ഹോക്കിയിലെ മികച്ച ഗോൾ കീപ്പർക്ക് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന പുരസ്കാരം മലയാളി താരം ആർ കിട്ടി? R. ശ്രീജേഷിന് അല്ലേ. അത് നമുക്കറിയാം, R. ശ്രീജേഷിന്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ പ്രകടനമാണ് ശ്രീജേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഹോക്കിയിൽ നമുക്ക് 3ാം സ്ഥാനമായിരുന്നു അല്ലേ, വെങ്കലമായിരുന്നു, 3ാം സ്ഥാനമായിരുന്നു. നമ്മൾ ജർമ്മനിയെ ആയിരുന്നു അല്ലേ തോൽപ്പിച്ചത്. പിന്നെ ഹോക്കിയിൽ ഫസ്റ്റ് ആർക്കാണ് കിട്ടിയത്? ഗോൾഡ് ആർക്കാണ് കിട്ടിയത്? ബെൽജിയത്തിനാണ് കിട്ടിയത് അല്ലേ. ഇവിടെ എഴുതിയിട്ടുണ്ട് ബെൽജിയത്തിനാണ് കിട്ടിയത്. അതൊന്ന് ഓർത്ത് വെച്ച് കേട്ടോ. നമ്മൾ ജർമ്മനിയാണ് തോൽപ്പിച്ചത്, ബെൽജിയത്തിനാണ് ഫസ്റ്റ് കിട്ടിയത്. R. ശ്രീജേഷിന് നമ്മുടെ ഹോക്കിയിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പുരസ്കാരവും ലഭിച്ചു. ഓക്കെ, ഇനി അടുത്തത്, വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റിൻ്റെ 45ാമത് വയലാർ അവാർഡ് അല്ലേ.
വയലാർ അവാർഡ് അടുത്ത് കൊടുക്കുകയുണ്ടായി അല്ലേ. 45ാമത് വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? ബെന്യാമിനാണ് കിട്ടിയത് അല്ലേ. ബെന്യാമിനാണ് കിട്ടിയത്. കൃതി, വയലാർ അവാർഡിന് കൃതി മസ്റ്റാണ്. ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് കേട്ടോ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2021 പുരസ്കാരമാണ്. ഓക്കെ. ഇനി അടുത്തത്, മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ CP നായർ അന്തരിച്ചു. എന്താണ്? CP നായർ അന്തരിച്ചു. മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു കേട്ടോ. തിരുവനന്തപുരം കളക്ടർ, സിവിൽ സപ്ലൈസ് ഡയറക്ടർ, നികുതി, തൊഴിൽ, ആഭ്യന്തര വകുപ്പുകളുടെ സെക്രട്ടറി, ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം, ദേവസ്വം കമ്മീഷൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് നിലകളിൽ പ്രവർത്തിച്ച ആളാണ് കേട്ടോ. അപ്പം മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? VP ജോയ് ആണ് കേട്ടോ. VP ജോയ്, VP പാമ്പ് ജോയ് എന്നൊക്കെ ഓർത്താൽ മതി അല്ലേ. VP ജോയ് ആണ്. 47ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. ചീഫ് സെക്രട്ടറി ഓഫ് കേരള. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. VP ജോയ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത്, ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യയുടെ സ്മൃതി മന്ദാന അല്ലേ. ഡേ നൈറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി കേട്ടോ. ഡേ നൈറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാണ്? സ്മൃതി മന്ദാന അല്ലേ. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാരാണ്? സ്മൃതി മന്ദാന തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലും ഏകദിനത്തിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്നീ നേട്ടങ്ങളൊക്കെ ഈ 25-കാരിയായ സ്മൃതി സ്വന്തമാക്കി. അപ്പോൾ ഓർത്ത് വെച്ചൊക്കെ, ഡേ നൈറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, പിന്നെ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലും ഏകദിനത്തിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്നീ നേട്ടങ്ങളൊക്കെയാണ് സ്മൃതി മന്ദാന സ്വന്തമാക്കിയത് കേട്ടോ. ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്മൃതി മന്ദാന. ഇനി അടുത്തതിലേക്ക് പോവാം. തലമുറകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അല്ലേ. നമ്മൾ അടുത്ത് കേട്ടൊരു മരണ വാർത്തയാണ് അല്ലേ. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അല്ലേ. 83 വയസ്സായിരുന്നു, അന്തരിച്ചു അല്ലേ. അപ്പോൾ യേശുദാസൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കാർട്ടൂണിസ്റ്റ് ആണ് അല്ലേ. കാർട്ടൂണിസ്റ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക ചെയർമാനുമായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. യേശുനാഥൻ ഏത് ഫീൽഡുമായാണ് ബന്ധപ്പെട്ടത്? കാർട്ടൂൺ അല്ലേ. കാർട്ടൂണിസ്റ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴത്തെ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നേമം പുഷ്പരാജ് കേട്ടോ. റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, നേമം പുഷ്പരാജാണ്. ഇത് കേട്ടോ, നേമം പുഷ്പരാജാണ്, ഓർത്ത് വെച്ചേക്കുക. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നേമം പുഷ്പരാജ് കേട്ടോ, ഓർത്ത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. പൊതുമേഖല വിമാന കമ്പനിയായ എയർ ഇന്ത്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ലേല നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര സർക്കാർ. 18,000 കോടി രൂപയ്ക്ക് ടാറ്റ സൺസിന്റെ ഉപകമ്പനിയായ ടെലസ് അല്ലേ. ടെലസ് പ്രത്യയത്തിന്റെ TALS കേട്ടോ. ടെലസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എയർ ഇന്ത്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയാണ്. എത്ര രൂപയ്ക്കാണ്? 18,000 കോടി രൂപയ്ക്കാണ് അത് നമ്മുടെ ടാറ്റ സൺസിന്റെ ഉപകമ്പനിയായ അല്ലെ സബ് കമ്പനിയായ ടെലസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. ആ ടെലസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ടെലസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഇനി അടുത്തത്, ഒക്ടോബർ 11 ജമ്മു കാശ്മീരിലെ പുഞ്ച് ജില്ലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലം സ്വദേശിയും ജൂനിയർ കമ്മീഷൻ ഓഫീസറുമടക്കം 5 സൈനികർക്ക് വീരമൃത്യു കേട്ടോ. കൊല്ലം വെളിയം കുടവട്ടൂർ ആശാൻമുക്ക് ശില്പാലയത്തിൽ വൈശാഖാണ് വീരമൃത്യു വരിച്ച മലയാളി കേട്ടോ. വൈശാഖ്. അപ്പോൾ വൈശാഖ് കൊല്ലംകാരനാണ് കേട്ടോ. വൈശാഖാണ് വീരമൃത്യു വരിച്ച മലയാളി. ഒക്ടോബർ 11 ജമ്മു കാശ്മീരിലെ ആ ഏറ്റുമുട്ടൽ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത്, ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ലക്സംബർഗിനെതിരെ ഹാട്രിക് നേടിയതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക് നേടുന്ന ആദ്യ പുരുഷ താരമായിട്ട് ആര് മാറി? നമ്മുടെ ക്രിസ്ത്യാനോ, CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ആയി മാറി കേട്ടോ. അപ്പം അന്താരാഷ്ട്ര ഫുട്ബോളിൽ 10 ഹാട്രിക് നേടുന്ന ആദ്യ പുരുഷ താരമാരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കേട്ടോ. ഇനി അർജന്റീനയുടെ മെസ്സി 7 ഹാട്രിക്കുകൾ നേടിയിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 10 ഹാട്രിക്കുകൾ നേടുന്ന പുരുഷ താരമാരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ. മെസ്സി 7 ഹാട്രിക്കുകളാണ് നേടിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി
4 തവണയായി 16 വർഷം ജർമ്മനിയെ നയിച്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസാണ് കേട്ടോ. 4 തവണയായി 16 വർഷം ജർമ്മനിയെ നയിച്ച ആഞ്ചല മാർക്കൽ ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനമൊഴിഞ്ഞു അല്ലേ. എപ്പോഴും PSC ചോദിക്കാറായിരുന്നു ചാൻസലർ ഓഫ് ജർമ്മനി എന്ന് ചോദിച്ചാൽ നമ്മൾ ആഞ്ചല മാർക്കൽ എന്നായിരുന്നു പറയാറല്ലേ. ഇപ്പോൾ ആഞ്ചല മാർക്കൽ സ്ഥാനമൊഴിഞ്ഞു. പുതിയ ചാൻസലറായിട്ട് വന്നത് സ്ഥാനമൊഴിഞ്ഞു. പുതിയ ചാൻസലറായിട്ട് വന്നത് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഒലാഫ് സ്കൂൾസ് ആണ് കേട്ടോ. ഒലാഫ് സ്കൂൾസ് ആണ്, ഇങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ആ സ്കൂൾസ് എന്നുള്ളത് SCHOLZ എന്നുള്ളത് സ്കൂൾ എന്നൊക്കെ ഓർത്ത് വെച്ചാട്ടോ. ഇപ്പോഴും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് ജർമ്മനിയുടെ ചാൻസലറൊക്കെ. അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോഡ് രൂപത്തിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒലാഫ് സ്കൂൾസ് ആണ് പുതിയ നമ്മുടെ ജർമ്മനിയുടെ ചാൻസലർ കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ജർമ്മനിയിൽ ചാൻസലർ പദവിയിലെത്തിയ ആദ്യ വനിതയായിരുന്നു ആഞ്ചല മാർക്കൽ. 2005 അധികാരമേറ്റതാണ് മാർക്കൽ കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത്. ഇനി നമ്മുടെ UNOയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. നമുക്കറിയാം PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് UNO. അപ്പോൾ നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റി കൗൺസിലാണ് അല്ലേ. രക്ഷാസമിതി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കൗൺസിലാണ്. രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം അല്ലേ, പെർമനന്റ് മെമ്പർഷിപ്പ് അല്ലേ, സ്ഥിരാംഗത്വം നൽകുന്നതിന് US പ്രസിഡന്റ് ജോ ബൈഡൻ പിന്തുണ പ്രഖ്യാപിച്ചു അല്ലേ. US, റഷ്യ, UK, ചൈന, ഫ്രാൻസ് എന്നീ 5 സ്ഥിരാംഗങ്ങളും 2 വർഷം കൂടുമ്പോൾ മാറുന്ന 10 താൽക്കാലിക അംഗങ്ങളുമാണ് രക്ഷാസമിതിയിലുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് പെട്ടെന്ന് UN സെക്യൂരിറ്റി കൗൺസിലേക്ക് ഒന്ന് പോകാം അല്ലേ. UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും ചേർന്നടങ്ങിയ ഒരു 15 മെമ്പേഴ്സ് ഉള്ള ഒരു കൗൺസിലാണ് അല്ലേ. 15 മെമ്പേഴ്സ് ഉള്ള ഒരു കൗൺസിലാണ്. ആ പെർമനന്റ് മെമ്പേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട് അല്ലേ. അത് നമുക്ക് ഓർത്തിരിക്കാം. ഏറ്റവും ശക്തിയേറിയ അല്ലെ, ഏറ്റവും ശക്തിയേറിയ രാജ്യങ്ങൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് US, റഷ്യ, ചൈന അല്ലേ. ഇവരൊക്കെ അല്ലേ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിലെയും പെർമനന്റ് മെമ്പേഴ്സിൽ 3 എണ്ണം വരുന്നത് കേട്ടോ. US, റഷ്യ, ചൈന അല്ലേ. പിന്നെ 2 എണ്ണം വരുന്നുണ്ട്. അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക കേട്ടോ. അപ്പം അതെന്താണ്? FB എന്ന് ഓർത്താൽ മതി. ഫേസ്ബുക്കിൻ്റെ FB എന്ന് ഓർത്താൽ മതി. എന്താണ്? F ഫോർ ഫ്രാൻസും B ഫോർ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ UK കേട്ടോ. അപ്പം US, റഷ്യ, ചൈന അതിലധികം ആൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ 2 എണ്ണത്തിലായിരിക്കും കൺഫ്യൂഷൻ. സോ ഫ്രാൻസ്, ബ്രിട്ടൻ. അപ്പോൾ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി ദി ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന് ലഭിച്ചു കേട്ടോ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? സുപ്രീം കോടതി മുൻ ജഡ്ജി കുര്യൻ ജോസഫിനാണ് ലഭിച്ചത് കേട്ടോ. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രമാലേഖനം ചെയ്ത ശില്പവും 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ് കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കുക, ദ ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? സുപ്രീം കോടതി മുൻ ജഡ്ജി കുര്യൻ ജോസഫിനാണ് കേട്ടോ. കുര്യൻ ജോസഫ്. ഈ VR കൃഷ്ണയ്യർ ആരാണെന്നൊക്കെ നമുക്ക് അറിയാം. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മുടെ EMS മന്ത്രിസഭയിൽ നമ്മുടെ നിയമം, ജയില്, സാമൂഹ്യക്ഷേമം, വൈദ്യുതി, ജലസേചനം ഇതിൻ്റെയൊക്കെ മന്ത്രിയായിരുന്നു. പിന്നെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുണ്ട് അല്ലേ. വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, VR കൃഷ്ണയ്യർ അവാർഡ് ആർക്ക് കിട്ടി? കുര്യൻ ജോസഫ് കേട്ടോ. കുര്യൻ ജോസഫ് 2020 അവാർഡാട്ടോ. 2020 അവാർഡാണ് കുര്യൻ ജോസഫ്. ഇനി അടുത്തത്, കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാരവാൻ ടൂറിസം പദ്ധതി അല്ലേ. ഒരുപാട് നമ്മൾ കുറച്ച് നാളായി പത്രത്തിൽ കേൾക്കുന്നു കാരവാൻ ടൂറിസം പദ്ധതി കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ. കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാരവാൻ ടൂറിസം പദ്ധതിയായ കാരവൻ കേരള. ആ പദ്ധതിൻ്റെ പേര് വേണേ എന്ന് ചോദിക്കും. കാരവൻ കേരള എന്നാണ് കേട്ടോ. കാരവൻ കേരളയുമായി കൈകോർത്ത് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ്, ആരാണ്? ഭാരത് ബെൻസ് ആണ് കേട്ടോ. ഭാരത് ബെൻസ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് കാരവൻ പുറത്തിറക്കി കേട്ടോ. അപ്പോൾ കാരവൻ കേരളയുമായി കൈകോർത്ത് ഭാരത് ബെൻസ് ഒരു മികച്ച ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു ടൂറിസ്റ്റ് കാരവൻ പുറത്തിറക്കിയ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാരവൻ ടൂറിസം പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കാരവൻ കേരളയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ച്. കാരവൻ കേരള. ഇനി അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി അയർലാൻഡിൻ്റെ ആമി ഹണ്ടർ. വനിതകളുടെ ഏകദിനത്തിൽ സിംബാബ്വെക്കെതിരെ തൻ്റെ 16ാം
ദിനത്തിലാണ് 100 സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ്. ആമി ഹണ്ടർ, ഓർത്ത് വെക്കുക കേട്ടോ. ആമ അല്ലെ ആമ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ആര്? ആമി ഹണ്ടർ. അയർലൻഡാണ് ടീം കേട്ടോ. അയർലൻഡിൻ്റെ ആമി ഹണ്ടർ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 16-ാം വയസ്സിലാണ് സെഞ്ചുറി നേടുന്നത്. ഓക്കെ, ഇനി അടുത്തത് റഷ്യൻ പാർലമെന്റിലെ അധോസഭയായ ഡ്യൂമയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടി 3/2 ഭൂരിപക്ഷത്തോടെ വീണ്ടും സമ്പൂർണ്ണ മേധാവിത്വം നേടിയിട്ടോ. അപ്പം റഷ്യൻ പാർലമെന്റ് ഡ്യൂമയാണ്. പിന്നെ വ്ളാഡിമിർ പുടിൻ്റെ നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് ആണ് അല്ലേ. വ്ളാഡിമിർ പുടിൻ്റെ പാർട്ടി ഏത് ചോദിച്ചാൽ യുണൈറ്റഡ് റഷ്യ പാർട്ടിയാണ്. ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ, യുണൈറ്റഡ് റഷ്യ പാർട്ടി കേട്ടോ. റഷ്യൻ പാർലമെന്റ് ഡ്യൂമ യുണൈറ്റഡ് റഷ്യ പാർട്ടിയാണ് വ്ളാഡിമിർ പുടിൻ്റെ പാർട്ടി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഡ്യൂറാൻഡ് കപ്പ് ഫുട്ബോളിൽ ISL ക്ലബ് FC ഗോവ ജേതാക്കളായി കേട്ടോ. നമ്മുടെ ഡ്യൂറാൻഡ് കപ്പിൽ FC ഗോവയാണ് ജേതാക്കളായത് 2021 കേട്ടോ. മത്സരം എവിടെയായിരുന്നു? കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിലായിരുന്നു. കൊൽക്കത്തയിൽ നടന്ന ഫൈനലിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കിയാണ് FC ഗോവ കിരീടം ചൂടിയത് കേട്ടോ. അപ്പോൾ 2021 ഡ്യൂറൻഡ് കപ്പ് ആർക്കാണ് കിട്ടിയത്? FC ഗോവയ്ക്കാണ് കിട്ടിയത്. നടന്നത് എവിടെയായിരുന്നു? വെസ്റ്റ് ബംഗാളിൽ, കൊൽക്കത്തയിലായിരുന്നു നടന്നത് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് 1888 തുടക്കം കുറിച്ച ഡ്യൂറൻഡ് കപ്പ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഡ്യൂറൻഡ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2021 ആരാണ് കപ്പടിച്ചത്? നമ്മുടെ FC ഗോവയാണ്. എവിടെയാണ് നടന്നത്? കൊൽക്കത്തയിലാണ് നടന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി സോച്ചിയിലെ റഷ്യൻ ഗ്രാൻഡ് പ്രിയിൽ ചാമ്പ്യനായതോടെ മെഴ്സിഡീസ് ഡ്രൈവർ ലൂയിസ് ഹാമിൽട്ടൺ ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 100ാം വിജയമെന്ന അവിശ്വസനീയമായ നേട്ടം കൈവരിച്ചു കേട്ടോ. നമുക്കറിയാം ലൂയിസ് ഹാമിൽട്ടൺ മെഴ്സിഡീസ് ഡ്രൈവറാണ്. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ 100ാം വിജയം കൈവരിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. റഷ്യൻ ഗ്രാൻഡ് പ്രിയിലാണ് നടന്നത്. 100ാം വിജയം കൈവരിച്ചു. ഇനി 99 ഗ്രാൻഡ് പ്രി വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഇതിഹാസ താരം മൈക്കൽ ഷുമാക്കറാണ് ഹാമിൽട്ടൻ്റെ തൊട്ട് പുറകിലുള്ളത് കേട്ടോ. അപ്പം മൈക്കൽ ഷുമാക്കർ 91 ഗ്രാൻഡ് പ്രി വിജയങ്ങളാണ്. നമ്മുടെ ഹാമിൽട്ടൺ ഇപ്പോൾ 100ാമത്തെ വിജയം എന്ന നേട്ടം കൈവരിച്ചു കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, റഷ്യൻ ഗ്രാൻഡ് പ്രീൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിനു കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR അല്ലേ, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് മലയാളിയായ ഡോക്ടർ ജീമോൻ പന്യാമാക്കൽ അർഹനായി കേട്ടോ. എന്തിനാണ് അവാർഡ് കിട്ടിയത്? പ്രിവെൻറ്റീവ് കാർഡിയോളജി മേഖലയിലെ സംഭാവനയ്ക്കാണ് അവാർഡ് കിട്ടിയത് കേട്ടോ. പ്രിവെൻറ്റീവ് കാർഡിയോളജി മേഖലയിലെ സംഭാവനയ്ക്ക് വൈദ്യശാസ്ത്ര വിഭാഗത്തിലാണ്, അതായത് ഭട്നാഗർ പുരസ്കാരം ഒരുപാട് വിഭാഗത്തിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അതിലെ വൈദ്യശാസ്ത്ര വിഭാഗത്തിനാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ ജീമോൻ പന്യാമാക്കലിന് ലഭിച്ചത് കേട്ടോ. വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ എന്തിനാണ്? പ്രിവെൻറ്റീവ് കാർഡിയോളജി മേഖലയിലെ സംഭാവനത്തിനാണ് കേട്ടോ. സംഭാവനകൾക്കാണ് കേട്ടോ. പ്രിവെൻറ്റീവ് കാർഡിയോളജി മേഖലയിലെ സംഭാവനയ്ക്കാണ് അവാർഡ് കിട്ടിയത്. ഓർത്ത് വെച്ചേക്കുക, CSIR നൽകുന്നതാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം കേട്ടോ. ശാസ്ത്ര സാങ്കേതിക സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലെ മികവിനാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഈ CSIR പറ്റി നമ്മുടെ SCERT ബുക്കിൽ, ഏത് പാഠമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, SCERT ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ഡേറ്റും കൂടി ഒന്ന് പറിച്ചു വെക്കുക. CSIR സ്ഥാപിതമായത് 1942 കേട്ടോ. 1942 5 ലക്ഷം രൂപയാണ് നമ്മുടെ ഭട്നാഗർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ആരായിരുന്നു? ഡോക്ടർ ജീമോൻ പന്യാമാക്കൽ കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തതിലേക്ക് പോവാം. ക്ലാസിക് TV പരമ്പര സ്റ്റാർ ട്രെക്കിലെ ക്യാപ്റ്റൻ കിർക്കിൻ്റെ വേഷത്തിലൂടെ ലോകപ്രശസ്തനായ നടൻ വില്യം ഷാറ്റ്നർ 90 വയസ്സായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രായമുള്ള ബഹിരാകാശ യാത്രികൻ എന്ന റെക്കോർഡ് കരസ്ഥമാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ട്രെക്കിലെ ക്യാപ്റ്റൻ കിർക്കിൻ്റെ വേഷത്തിൽ ലോകപ്രശസ്തമായ നടൻ നമ്മുടെ വില്യം ഷാറ്റ്നർ നമ്മുടെ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള ബഹിരാകാശ യാത്രികൻ എന്ന റെക്കോർഡ് അടുത്തിടെ
നമ്മുടെ അടുത്തിടെ കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വില്യം ഷാറ്റ്നർ സ്പേസിലേക്ക് പോയത് നമ്മുടെ ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഒറിജിൻ അല്ലേ, ബ്ലൂ ഒറിജിൻ റോക്കറ്റ് കമ്പനിയില്ലേ, അത് നിർമ്മിച്ച ഒരു സ്പേസ് ക്രാഫ്റ്റിലാണ്. നമ്മൾ ഇതിനു മുമ്പേ ന്യൂസിൽ കണ്ടിരുന്നു ജെഫ് ബെസോസ് അല്ലേ, ആമസോണിൻ്റെ സ്ഥാപകൻ ജെഫ് ബെസോസ് സ്പേസിൽ പോയ വിവരമൊക്കെ നമ്മൾ ഇതിനു മുമ്പേ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വില്യം ഷാറ്റ്നഗറും പോയി. സോ അദ്ദേഹം 90 വയസ്സുണ്ട് അല്ലേ, ലോകത്തെ ഏറ്റവും പ്രായമുള്ള ബഹിരാകാശ യാത്രികൻ എന്ന റെക്കോർഡ് അങ്ങനെയാണ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ പറ്റിയത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഈ വർഷത്തെ മുല്ലനേഴി പുരസ്കാരം അല്ലേ. ഈ വർഷത്തെ മുല്ലനേഴി പുരസ്കാരം, മുല്ലനേഴി എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്ത കവിയാണ് കേട്ടോ. മുല്ലനേഴി പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കടയ്ക്ക് ലഭിച്ചു കേട്ടോ. ചോപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ മനുഷ്യനാകണം എന്ന ഒരു പ്രശസ്ത ഗാനത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ 2021 മുല്ലനേഴി പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മുരുകൻ കാട്ടാക്കടയ്ക്കാണ് ലഭിച്ചത്. മനുഷ്യനാകണം എന്ന് പറഞ്ഞ ഗാനത്തിനാണ് ലഭിച്ചത് എന്നൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. മുല്ലനേഴി പുരസ്കാരം മുരുകൻ കാട്ടാക്കട കേട്ടോ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസാണ് കേട്ടോ. കാരണം 2022 അണ്ടർ 17 ഫുട്ബോളിന് ഹോസ്റ്റ് ആവുന്നത് ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ ആതിഥേയരാകുന്ന 2022 അണ്ടർ 19 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് മാറിയത് ഇബ എന്ന് പറഞ്ഞൊരു പെൺ സിംഹമാണ് കേട്ടോ. ഇബ എന്ന് പറഞ്ഞ ഒരു പെൺ സിംഹമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇബ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം. 2022 അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അതിൻ്റെ ഹോസ്റ്റ് ഇന്ത്യയാണ്, അതും ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022 അണ്ടർ 17 ഫുട്ബോൾ ആട്ടോ. അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പാണ്, ഓർത്ത് വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം ഇബ കേട്ടോ. ഇബ സ്ത്രീ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഇബ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഭാഗ്യചിഹ്നം. ഇനി അടുത്തത് നമ്മൾ സാഫ് കപ്പിനെ പറ്റിയാണ്. സാഫ് കപ്പ് ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തരാം. 2021 സാഫ് ഗെയിംസ് അല്ലേ, സാഫ് ഗെയിംസ് ആണ് ഫുട്ബോൾ ആണല്ലേ. സാഫ് ഗെയിംസ് അതിൻ്റെ ഹോസ്റ്റ് എവിടെയാണ്? മാൽദീവ്സിലാണ് നടക്കുന്നത്. എവിടെയാണ്? മാൽദീവ്സിലാണ്. അതിൻ്റെ ചാമ്പ്യൻ ആരാണ്? ഇന്ത്യ ചാമ്പ്യന്മാരായിട്ട് മാറി കേട്ടോ. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ 2021 സാഫ് ഗെയിംസിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റ് മാൽദീവ്സും, നടന്നത് മാൽദീവ്സിലും, അതിൻ്റെ ചാമ്പ്യന്മാരായത് ഇന്ത്യയുമാണ് കേട്ടോ. ഇനി നമുക്ക് വായിച്ചു നോക്കാം. സാഫ് ഗെയിംസ് സാഫ് കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ മാലദ്വീപിനെതിരെ നേടിയ ഇരട്ട ഗോളോടെ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി ഗോൾ വേട്ടയിൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ പെലെയെ മറികടക്കുകയും അർജന്റീനയുടെ ലയണൽ മെസ്സിക്ക് തൊട്ടരികിലെത്തുകയും ചെയ്തു. 155 മത്സരങ്ങളിൽ നിന്ന് മെസ്സി 80 ഗോൾ നേട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് 124 കളികളിൽ നിന്ന് 79 ഗോളോടെ ഛേത്രി മിന്നും നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഈ ഗോളിൻ്റെ നില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ നമുക്ക് സാഫ് ഗെയിംസിൻ്റെ ആ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഹോസ്റ്റ് മാൽദീവ്സും ചാമ്പ്യന് ഇന്ത്യയുമാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞതിനെക്കാട്ടും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോൾസ് ആരുടെ കയ്യിലാണ് ഉള്ളത്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോൾസ് നേടിയത് ഏകദേശം 115 മുകളിൽ ഗോൾസ് നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നമ്മുടെ സുനിൽ ഛേത്രിൻ്റെയും ഈ മെസ്സിൻ്റെയും കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ജേഴ്സി പുറത്തിറക്കി. എന്താണ് അതിൻ്റെ പേര്? ബില്യൺ ചിയേഴ്സ് ജേഴ്സി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ബില്യൺ ചിയേഴ്സ് ജേഴ്സി. ഓക്കെ, കടും നീല കളറാണ്. ഒക്ടോബർ 17 മുതൽ UAE-ലും ഒമാനിലുമാണ് 2020 ലോകകപ്പ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, 2020 ലോകകപ്പ് നടക്കുന്നത് 17 മുതൽ അല്ലേ, ഒക്ടോബർ 17 മുതൽ UAE-ലും ഒമാനിലുമാണ്. ഓക്കെ, സോ നമുക്കറിയാതെ നടന്നു കഴിഞ്ഞു അല്ലേ, നടന്നു കഴിഞ്ഞു. അതിൻ്റെ ചാമ്പ്യൻ ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു കേട്ടോ. 2021 2020 വേൾഡ് കപ്പിൻ്റെ ചാമ്പ്യൻസ് ആരായിരുന്നു? ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയയാണ് വിന്നർ എന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 2021 2020 വേൾഡ് കപ്പിൽ. ഓക്കെ, ഇനി അടുത്തത് മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണ് കേട്ടോ. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ VM കുട്ടി കേട്ടോ. VM കുട്ടി 86 വയസ്സാണ് എന്ന വടക്കുംകര മുഹമ്മദ് കുട്ടി കേട്ടോ. VM കുട്ടി എന്ന് പറയുന്ന വടക്കുംകര മുഹമ്മദ് കുട്ടി അന്തരിച്ചു കേട്ടോ. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടാണ് VM കുട്ടി എന്ന് പറഞ്ഞാൽ? മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട കേട്ടോ. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ ഒരാളാണ് കേട്ടോ VM കുട്ടി. ഇനി അടുത്തത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ്, പരീക്കുട്ടി അവാർഡ്, MES അവാർഡ്
കുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോർത്ത് വെച്ചേക്കുക VM കുട്ടി മാപ്പിളമാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അത് ആ ഒരു വാർത്തയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് രാജ്യത്തെ അടിസ്ഥാന വികസന പദ്ധതികൾക്ക് ശക്തിയും വേഗതയും പകരാനായിട്ട് ഒരു 100 ലക്ഷം കോടി രൂപയുടെ ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഗതിശക്തി അല്ലേ, ഗതിശക്തി എന്ന് പറഞ്ഞ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ്? രാജ്യത്തെ അടിസ്ഥാന വികസനം അല്ലേ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, അതിന് ശക്തിയും വേഗതയും പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ ഗതിശക്തി കേട്ടോ. 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഗതിശക്തി, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്തത് സ്വകാര്യവത്കരണം അല്ലേ. സ്വകാര്യവൽക്കരണ നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ആരേറ്റെടുത്തു? നമ്മൾ കണ്ടതാണ്, അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു കേട്ടോ. വിമാനത്താവളത്തിന്റെ പേരിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം സ്വകാര്യവൽക്കരണ നടപടികൾ പൂർത്തിയാക്കി നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു കേട്ടോ. ഏകദേശം 50 വർഷത്തേക്കാണ് ഈ നടത്തിപ്പ് ചുമതല ഉള്ളത് കേട്ടോ. 50 വർഷത്തേക്ക് കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം തിരുവനന്തപുരം അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത വിവരമാണ് നമ്മുടെ ഈ മാസത്തെ ഏറ്റവും അവസാനത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നത് കേട്ടോ. സോ നമ്മൾ 2021 ഒക്ടോബറിൽ അല്ലേ ഒക്ടോബർ 1-നും ഒക്ടോബർ 15-നും പ്രസിദ്ധീകരിച്ച 2 PSC ബുള്ളറ്റിനിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ഒരു വലിയൊരു പ്രചോദനം ലഭിക്കുന്നു കേട്ടോ. സോ ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ ബൈ.